നിങ്ങൾ അവസാനമായി പൂർണ്ണ സംതൃപ്തനായിരുന്നതെപ്പോഴാണ്? ഒരുപക്ഷേ ആ നിമിഷം ഓർത്തെടുക്കാൻ നിങ്ങൾക്ക് കുറച്ച് സമയമെടുത്തേക്കാം. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ തലച്ചോറ് ഇപ്പോൾ ഒരു കെണിയിലാണ്. മടിയാണ് നിങ്ങളുടെ പ്രശ്നമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തിരുത്തേണ്ടിയിരിക്കുന്നു. കാരണം നിങ്ങളെ പുറകോട്ട് വലിക്കുന്നത് മടിയല്ല, നിങ്ങളുടെ തലച്ചോറിനുള്ളിലെ ഡോപ്പാമിൻ എന്ന രാസവസ്തുവാണ്. സാധാരണയായി ഡോപ്പാമിൻ എന്നാൽ സന്തോഷത്തിന്റെ ഹോർമോൺ എന്നാവും നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്നത്. എങ്കിൽ അതൊരു തെറ്റിദ്ധാരണയാണ്. ഡോപ്പാമിൻ നമുക്ക് സന്തോഷമല്ല നൽകുന്നത്, അത് ആഗ്രഹമാണ്, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാനുള്ള പ്രേരണയാണ് നൽകുന്നത്. നിങ്ങൾക്കൊരു പുതിയ ഫോൺ വാങ്ങാൻ തോന്നുന്നതും, ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഫോൺ എടുത്തു നോക്കാൻ തോന്നുന്നതും, ഒരു പുതിയ ജോലിക്ക് ശ്രമിക്കാൻ തോന്നുന്നതുമെല്ലാം ഈ ഡോപ്പാമിന്റെ കളികളാണ്. ചുരുക്കി പറഞ്ഞാൽ, നമ്മൾ ലക്ഷ്യത്തിലെത്തുന്നതിനു മുൻപ് ആ ലക്ഷ്യത്തിലേക്ക് എത്താനായി നമ്മുടെ തലച്ചോറിനെ ഓടിക്കുന്ന ഇന്ധനമാണ് ഡോപ്പാമിൻ. നമ്മുടെ പൂർവികരുടെ കാലത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കാം. അന്ന് അതിജീവനത്തിന് ഈ ഡോപ്പാമിൻ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ഭക്ഷണം തേടി പോകാൻ, ഇര പിടിക്കാൻ, ഒരു വീട് വയ്ക്കാൻ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടിയാൽ മാത്രമേ ആ ഡോപ്പാമിൻ നൽകുന്ന ചെറിയ സന്തോഷങ്ങൾ ലഭിക്കുമായിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് കാര്യങ്ങൾ മാറിമറിഞ്ഞു. നമുക്ക് ക്ഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വിരൽത്തുമ്പിൽ യാതൊരു പ്രയത്നവുമില്ലാതെ ഡോപ്പാമിൻ ഒരു പ്രളയമായി ഒഴുകിയെത്തുകയാണ്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാം എടുത്ത് സ്ക്രോൾ ചെയ്യുമ്പോൾ, യൂട്യൂബിൽ ഷോർട്സ് കാണുമ്പോൾ, ഒരു പുതിയ വെബ് സീരീസ് കാണുമ്പോൾ ഓരോ തവണയും നിങ്ങളുടെ തലച്ചോറിന് ഡോപ്പാമിന്റെ ഉയർന്ന ഡോസുകൾ ലഭിക്കുന്നു. ഇവിടെയാണ് പ്രധാന പ്രശ്നം. നിങ്ങളുടെ തലച്ചോർ ഇപ്പോൾ അമിതമായ സന്തോഷത്തിലാണ്. ഇതിനെ നമ്മൾ ഡോപ്പാമിൻ ഹൈപ്പർ സ്റ്റിമുലേഷൻ എന്ന് വിളിക്കുന്നു. അതോടെ ഈ അമിതമായ ഡോസുകൾക്ക് അടിമപ്പെടുന്ന തലച്ചോറിന് ഇനി സാധാരണ സന്തോഷം മതിയാകാതെ വരും. ഒരു ബുക്ക് വായിച്ചു തീർക്കുമ്പോൾ, ജിമ്മിൽ 1 മണിക്കൂർ വർക്കൗട്ട് ചെയ്യുമ്പോൾ, ഒരു പ്രോജക്റ്റ് പൂർത്തിയാക്കുമ്പോൾ ഈ പ്രയത്നത്തിലൂടെ ലഭിക്കുന്ന ഡോപ്പാമിൻ വളരെ കുറവായിരിക്കും. അതുകൊണ്ടുതന്നെ ആ കുറഞ്ഞ സന്തോഷത്തിനു വേണ്ടി ബുദ്ധിമുട്ടാൻ തലച്ചോർ മടിക്കും. അതുകൊണ്ടാണ് നിങ്ങൾ മടിച്ച് എളുപ്പത്തിൽ കിട്ടുന്ന സോഷ്യൽ മീഡിയ റീൽസിലേക്ക് തിരിയുന്നത്. ഈ കെണിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയാണ് ഡോപ്പാമിൻ ഡീടോക്സ്. അതായത്, നിങ്ങളുടെ തലച്ചോറിനെ കുറച്ചു നേരത്തേക്ക് പട്ടിണിക്കിടുക. ഒരു ദിവസം, അല്ലെങ്കിൽ കുറഞ്ഞത് ഒരു നിശ്ചിത സമയത്തേക്ക് നിങ്ങൾ എളുപ്പത്തിൽ കിട്ടുന്ന ഡോപ്പാമിൻ ഉറവിടങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക. ഉദാഹരണത്തിന്, അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് മൊബൈലിൽ നിന്നും എല്ലാ സോഷ്യൽ മീഡിയ ആപ്പുകളും ഡിസേബിൾ ചെയ്യുക. നിങ്ങൾക്ക് ബോറടിക്കുമ്പോൾ ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുക. പാട്ടുകൾ കേൾക്കാതെ നടക്കുക. ഫാസ്റ്റ് ഫുഡ് ഒഴിവാക്കുക. നിങ്ങളിങ്ങനെ ചെയ്യുമ്പോൾ ആദ്യത്തെ കുറച്ചു മണിക്കൂറുകൾ നിങ്ങൾക്ക് അസ്വസ്ഥത തോന്നിയേക്കാം. നിങ്ങളുടെ തലച്ചോറ് ഹൈഡോസ് ഡോപ്പാമിൻ ചോദിച്ച് കരയും. പക്ഷേ നിങ്ങളതിനെ അവഗണിക്കുമ്പോൾ തലച്ചോറ് പതിയെ സാധാരണ നിലയിലേക്ക് വരും. അതിലൂടെ കുറഞ്ഞ ഡോപ്പാമിൻ നൽകുന്ന കാര്യങ്ങളിൽ പോലും നിങ്ങൾക്ക് വീണ്ടും സന്തോഷം കണ്ടെത്താൻ കഴിയും. അതായത്, ഒരു ബുക്ക് വായിക്കുമ്പോൾ, പുതിയൊരു ഹോബി പഠിക്കുമ്പോൾ, നിങ്ങളുടെ ജോലികൾ ചെയ്യുമ്പോൾ അവിടെയൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധ കിട്ടും, പ്രോത്സാഹനം കിട്ടും. നിങ്ങൾ മടിയനായതുകൊണ്ടല്ല, നിങ്ങളുടെ തലച്ചോറ് ഒരു ഡോപ്പാമിൻ അഡിക്റ്റ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ലക്ഷ്യത്തിലെത്താൻ കഴിയാത്തത്. അതുകൊണ്ട് ഇന്ന് രാത്രി തന്നെ ഒരു പരീക്ഷണം നടത്തുക. അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് എളുപ്പത്തിൽ കിട്ടുന്ന ഡോപ്പാമിന്റെ ഉറവിടങ്ങൾ അടച്ചുപൂട്ടുക. നിങ്ങൾ തീർച്ചയായും മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. മടിയല്ല, ബുദ്ധിമുട്ടാണ് നിങ്ങളുടെ തലച്ചോറിന് ഇനി ആവശ്യം. ഇത്തരം വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.